സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ സാധാരണ ടി വി നോക്കാറില്ല, യൂട്യൂബിനകത്താണ് ന്യൂസൊക്കെ കാണുന്നത്. ഇന്നത്തെ ന്യൂസ് കണ്ടപ്പം മുരാരി ബാബുവിനെ രാത്രി 10 മണിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിവരമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഔദ്യോഗികമായിട്ടുള്ള യാതൊരുവിധ കാര്യത്തിലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടുത്തെ ബാക്കി ആൾക്കാർ, അവിടുത്തെ ഔദ്യോഗികമായിട്ട് അവിടെ ഭരിച്ചിരുന്നവരൊക്കെ കളിച്ചിരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു പ്രതീകം മാത്രം, ഒരു ചട്ടുകമാണ് പുറകെ നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട്, പക്ഷേ കട്ടുകൊണ്ട് പോയത് പുള്ളിയായ കാരണം കൊടുത്തതൊക്കെ അതിനെ ഓരോരുത്തരായിട്ട് ഞാൻ അറസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ഒരു നേരായ ദിശയിലാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതാണ് ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പം മുരാരി ബാബുവിനെ രാത്രി അറസ്റ്റ് ചെയ്ത മുരാരി ബാബു മുരാരി ബാബു ആദ്യം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായി. ഇങ്ങനെ 2 ടൈമിലായിട്ട് പുണ്യം. അടുത്ത പ്രാവശ്യം ചിലപ്പം പുള്ളിക്കാരൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായേനെ. അപ്പോൾ ഏതായാലും അതിനെ ഉള്ള അങ്ങനെയുള്ളൊരു ഭാഗ്യം പുള്ളിക്ക് കിട്ടിയില്ല. അങ്ങനെയുള്ളൊരു നിർഭാഗ്യം നമുക്കും ഉണ്ടായില്ല. അല്ലെങ്കിൽ അവിടെ ഒന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ ഈ മുരാരി ബാബുവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെമ്പുപാളിയുള്ള നേരത്തെ അവിടുന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം അദ്ദേഹമാണ് ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എഴുതി ഈ കൊടുത്തു വിട്ടത്. അതുവരെ സ്വർണ്ണപ്പാളി ആയിരുന്ന ഒരു സാധനത്തെ പൂശാൻ കൊണ്ടുപോവുക, ചെമ്പുപാളി കൊടുത്തു വിടുന്നു എന്ന് എഴുതി കൊടുത്ത പാർട്ടിയാണ് ഈ മുരാരി ബാബു. അപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. ഇന്നത്തെ ഒരു ഈ മുരാരി ബാബു അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം പോലും എടുത്തില്ല. കാര്യം മുൻകൂർ ജാമ്യം എടുത്താലും രക്ഷപ്പെടത്തില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് കാരണം അവർ മുൻകൂർ ജാമ്യം പോലും എടുക്കാത്തതാണ് ഈ മുരാരി ബാബു അവിടെ ഇരുന്നത്. എടുത്തിട്ട് കാര്യമില്ലെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും പുറകാലെ അറസ്റ്റുകൾ വരാനുള്ളൂ. ഞാനൊരു നിർബന്ധമായ സമയത്ത് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ മുരാരി ബാബു എന്നെ അറസ്റ്റ് ചെയ്തു. ഇനി പുറകെ അറസ്റ്റുകൾ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.